നോക്കാം ആരാ ഫസ്റ്റ് അടിക്കുന്നത് നോക്കാം. ഹലോ ഗായ്സ്, നമ്മൾ ഇന്നൊരു ബിരിയാണി ഈറ്റിംഗ് ചലഞ്ചുമായിട്ടാണ് വന്നേക്കുന്നത്. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബിരിയാണി ഈറ്റിംഗ് ചാലഞ്ച്. അപ്പൊ നമ്മൾ വിചാരിച്ചിരുന്ന ഒരു 10 മിനിറ്റിനുള്ളിൽ ഈ ബിരിയാണികൾ ഈ ബിരിയാണികളല്ല, എല്ലാവർക്കും ഓരോ ബിരിയാണിയാ 10 മിനിറ്റിനുള്ളിൽ കഴിച്ചു തീരണോന്നാണ് നമ്മുടെ ഒരു ചലഞ്ച് വെച്ചിരിക്കുന്നത്. അഥവാ നമുക്ക് പറ്റിയില്ലെങ്കിൽ എക്സ്ട്രാ എടുക്കാം. ആദ്യം കഴിക്കുന്നത് 10 മിനിറ്റിലൊക്കെ തിന്നാൻ പറ്റുമായിരിക്കാം. നമ്മൾ ടൈമർ വെച്ചിട്ടുണ്ട്. 10 മിനിറ്റിനകം ആരാണ് ബിരിയാണി കഴിച്ച് തീരുന്നതെന്ന് നോക്കാം. ആരാ ഫസ്റ്റ് അടിക്കുന്നത് നോക്കാം. ഇത് നമ്മള് ഇവിടെ അടുത്തുള്ള ലേച്ചിക്ക് എന്ന് പറയുന്ന ഒരു കടയിൽ നിന്നാണ് വാങ്ങിച്ച, സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തതാണ്. അവിടെ ഇച്ചിരി അഫോർഡബിൾ ആയിട്ട് നമുക്ക് ബിരിയാണി നൂഡിൽസ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയപ്പോ ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 90 രൂപയ്ക്ക് 3 ബിരിയാണി വാങ്ങിച്ചു. അതായത് ഒരെണ്ണത്തിന് 90, അങ്ങനെ 3 വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം തിന്ന് തുടങ്ങിയാലും യെസ്, ഇപ്പം 2:04 ആയിരിക്കും. ഓക്കെ, നമുക്ക് വെള്ളം ഒഴിച്ച് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി പിടിച്ച് നമുക്ക് പാത്രത്തിലേക്ക് ഇടാം. അത് വെള്ളം ഒഴിച്ചാലുള്ള മറ്റു എടേ, ഇവിടെ ഒരാൾക്ക് നാളെ എക്സാം ആന്ന് പറഞ്ഞ ബിരിയാണി ചലഞ്ച് നമ്മൾ ചലഞ്ച് ചെയ്യാൻ 10 സമയത്ത് വെച്ചില്ല. ഈ ബിരിയാണി എന്ന് പറഞ്ഞപ്പം 2 മണിക്ക് വീഡിയോ എടുക്കാനുള്ള ഇതിൽ 1 മണിക്കേ വന്നില്ല. 1 മണി ബിരിയാണി കേട്ടപ്പോ മുറ്റത്ത് വന്നിരിക്കുന്നു. ഓക്കെ, നമ്മളെല്ലാരും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാം ഒരു പ്ലേറ്റ് ബിരിയാണി. ടൈമർ വെക്കാം. 50 മിനിറ്റ് 15 മിനിറ്റ് ഇതിലേക്ക് വെട്ടിയിരിക്കും. റെഡി സ്റ്റഡി റെഡി 1 2 3 സ്റ്റാർട്ട്. ടൈമർ ഓണായി. നമുക്ക് പയ്യെന്ന് കഴിക്കണേ, പയ്യല്ല തിരി. നമുക്ക് അത് ടേസ്റ്റിങ് നല്ല ടേസ്റ്റ്. സംസാരിക്കുക കമ്പ്യൂട്ടറോട് എനിക്ക് കുഴപ്പമൊന്നുമില്ല തിന്നുന്നതിന്. എനിക്ക് നല്ല വിശന്നിരുന്നേ, പക്ഷെ തിന്നറിയാൻ വിശപ്പില്ല. അപമാനം കാരണം എന്റെ അഹങ്കാരം പത്ത് മിനിറ്റ് ആയതല്ല, 5 മിനിറ്റ് ആയാണ്. നിങ്ങളിങ്ങനെ ചലഞ്ചൊക്കെ നമുക്ക് പറഞ്ഞു തരണം, ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ കേട്ടോ. അപ്പൊ നമ്മളത് ട്രൈ ചെയ്ത് സബ്സ്ക്രൈബർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അറിയില്ല, പുള്ളിക്കാരൻ ഇല്ലാതെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഈ ചലഞ്ച് ചെയ്യുമെന്നും പറഞ്ഞ് കമന്റ് ഇട്ടു. പക്ഷെ നല്ല കാര്യമാണ് അത് ചെയ്തത്. നമ്മളെന്തായാലും ചെയ്യും കേട്ടോ. അടുത്ത വീഡിയോയില് നമ്മൾ ചെയ്യും. ഇനി ഇങ്ങനെ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ കുറച്ച് ചലഞ്ചുകൾ സെർച്ച് ചെയ്താണ്. അങ്ങനെ കഴിയും ഗൈസ്. ഒന്നും മിണ്ടാതിരുന്ന അപ്പൊ ഞാൻ 1000 രൂപയാണ് തീർച്ചയായിട്ടും കഴിക്കുന്നത്. അവള് ഒന്നും സംസാരിക്കാൻ പെട്ടെന്ന് തിന്നു നിർത്താൻ. ഓ
മുന്നോട്ട് വരുവാണെന്ന് എല്ലാ ചലഞ്ചിനും അല്ലാതെ ഒരു സംഭവം ഇങ്ങനെ എടുക്കുക, ഒരു കൈ ഇങ്ങനെ വെക്കുക. ഇവരൊക്കെ കൊച്ചു കൈ, എന്റെ ആന കൈ ആയിട്ട് എന്താ അവൾ അത്രയും മാറ്റുന്നില്ല, ഞാൻ എത്ര എടുക്കുന്നോളൂ. അതാണ് ഇവിടുത്തെ ഡിഫറൻസ്. 7 മിനിറ്റ് ആയാലും ഉണ്ടല്ലേ. ഇനി നമുക്ക് 6 മിനിറ്റും കൂടെ ഉള്ളൂ. നിങ്ങളുടെ കണ്ണു വിട്ടോണ്ട് എനിക്ക് ആ കുഴയുന്നത് ഞാൻ തോന്നുന്നില്ല. അത്ര നിന്നോണ്ടാ പറയുന്നത്. നിങ്ങൾക്കൊക്കെ അവിടെ മഴയുണ്ടോ ഗൈസ്? നമ്മുടെ ഇവിടെ മഴ കുറവുണ്ട്. കൊല്ലംകാരാണ്. നമ്മൾ കൊല്ലംകാർക്ക് മഴ കുറവുണ്ട്. എല്ലാരും സുരക്ഷിതമായിട്ടിരിക്കണം കേട്ടോ. മതി. 3 സെക്കൻഡ്, 2 സെക്കൻഡ്, 1 സെക്കൻഡ് തീർന്നു. 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ ചലഞ്ചില് എനിക്ക് ഇനി ഇത്രയും തിന്നു. ഫസ്റ്റ് നികിത, സെക്കൻഡ് ഞാൻ. അങ്ങനെ ഫസ്റ്റ് പാത്രമുണ്ട്. ഇല്ല, സെക്കൻഡ് ഉണ്ട് ഞാൻ. സെക്കൻഡില്ല. ഇതിനകത്ത് എവിടെ സെക്കൻഡ് ഞാൻ വെള്ളം കുടിക്കട്ടെ, ഞാൻ വെള്ളം കുടിച്ചതേ ഇല്ല. വലിയ വേറെ മുമ്പിളി. നികിത ഫസ്റ്റ് അടിച്ചിരിക്കുന്നു. ഞാൻ കാണിച്ചു, പ്ലേറ്റ് കാണിച്ചു. പിന്നെ ചിക്കൻ ഇച്ചിരി ഉള്ള അത് കുഴപ്പമില്ല. റൈസ് ഫുള്ള് കഴിച്ചു. നമ്മളെല്ലാം ഓരോ ചിക്കനെ കഴിച്ചിട്ടുള്ളൂ. ഒരു ചിക്കൻ മീൻ പിടിക്കുള്ളൂ. അപ്പൊ എന്റെ പ്ലേറ്റ് കണ്ട, എന്റെ പ്ലേറ്റ് തിന്നുന്നോറും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മള് ഞാൻ ഇങ്ങനെ സൈഡിൽ തിന്നുകൊണ്ട് എനിക്ക് എത്രയും ഇതായി. ഏകദേശം എല്ലാവർക്കും ഒരേ കണക്കെ ആയിരുന്നു. പിന്നെ നികിരയുടെ വലിയ കൈയുണ്ട്, അവൾക്ക് പെട്ടെന്ന് അവളുടെ ഇന്ന് ഞങ്ങൾ നോക്കിയപ്പോ തീരാറായി. ഞാനും കാത്തും കൂടി ഏകദേശം ഞങ്ങൾ ഇങ്ങനെ പയ്യപ്പയ്യായിരുന്നു കഴിച്ച. പയ്യല്ല, എന്നാലും ഞാൻ ഏകദേശം സ്പീഡിനാണ് കഴിച്ചത്. പക്ഷെ നികിത നമ്മൾ പകുതി ഇട്ട് നോക്കിയപ്പോ അവളെ തീരാറായി. നമ്മൾ അതിനെ എക്സ്പെക്ട് ചെയ്തിരിക്കാം. അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയൂ ഗൈസ്. എത്ര ഫുഡ് ചലഞ്ച് താങ്കൾ പോയിട്ടുണ്ട്? അതെ, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഇത്രയും കഴിച്ചു തീർക്കാൻ അത് വല്ലാത്ത കഴിവ് തന്നെ. വിരിഞ്ഞിറക്കണം അല്ലേ? ആ പറഞ്ഞത് നീ വിരിഞ്ഞല്ലേ? ഞാൻ ജയിക്കുമെന്നാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് സത്യം വിചാരിച്ചെന്ന് വെച്ചാല് ആ കവർ ഇട വിചാരിച്ച് ചമ്മക്ക് 15 മിനിറ്റിനുള്ളിൽ കഴിച്ച് തീർക്കാൻ പറ്റുന്ന വിചാരിച്ചു. അയ്യേ ഇച്ചിരിയേ ഉള്ളൂ. നിനക്ക് ഇച്ചിരി ഉള്ളായിരുന്നു, നമുക്ക് രണ്ടുപേർക്കും കഴിക്കാൻ പറ്റിയില്ല. അതല്ല, കാത്തിന് ഓൾറെഡി എല്ലാ കവറും സെയിം തന്നെയാണ്. അതല്ല കാത്തൂന് ഓൾറെഡി വിശപ്പില്ലായിരുന്നു. അപ്പൊ അതായിരിക്കാം ചിലപ്പോ ഇച്ചിരി ഇതായി പോയത്. ഞാൻ പിന്നെ വിശപ്പുണ്ടായിരുന്നു കാരണം 10 മിനിറ്റിന് മുമ്പ് നമ്മള് കഴിച്ചു തീർന്നേ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മളെ ഇവിടെ എല്ലാം വൃത്തിയാക്കി നമ്മൾ തിരിച്ചു വന്നു ഗൈസ്. അപ്പം ഫസ്റ്റ് നമ്മളുടെ നിക്കിയാണ് ഗൈസ്. അത് പിന്നെ അങ്ങനെയാണല്ലോ. മപ്പടിക്ക് നിനക്ക് തോന്നുന്നു സത്യത്തി. എനിക്ക് നമ്മൾ ഈ ബിരിയാണി കഴിക്കുമ്പോ ഒരു സാധനം വരത്തില്ലേ, കഞ്ചാവല്ല ബിരിയാണി. അപ്പം എങ്ങനെ വായിലെടുത്ത് വെച്ചെന്നറിയാൻ വയ്യ. നോക്കിയപ്പോ ഒന്നുമില്ല. അത്ര 2 കൈ കൊണ്ട് കഴിച്ചോ? 2 കൈ കൊണ്ട് കഴിച്ചോ? 2 കൈ കഴിച്ചോ? അപ്പൊ നമ്മുടെ വിജയ് നികിതയാണ്. നമ്മൾ ഈ ചലഞ്ച് വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വിജയ് ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നികിതയാന്ന് തോന്നുന്നു. ആദ്യത്തെ ഒരു ചലഞ്ചിൽ മാത്രമേ ഉള്ളൂ വിജയ്. ഫസ്റ്റ് ചലഞ്ചിൽ തോറ്റുപോയെങ്കിലും പിന്നെ കംബാക്ക് അടിച്ച് മുന്നോട്ട് കേറി വന്നത് ഒറ്റയ്ക്ക് കേറി വന്നത് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന്. അപ്പോൾ നമ്മുടെ ചലഞ്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അമർത്തി പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കമന്റിലൂടെ നമുക്ക് അറിയിക്കാം. നമ്മൾ അത് ചെയ്യുന്നതാണ്. ചലഞ്ച് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അതെ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എന്തായാലും അടുത്ത വീഡിയോയിലോ അതിന്റെ അടുത്ത വീഡിയോയിലോ ആയിട്ട് ചെയ്യുന്നതാണ്. എന്തായാലും നമ്മൾ ചെയ്യും. പിന്നെന്തുവാ പറയാനുള്ളത്? അത് പറയാം. പിന്നെന്തുവാ? പിന്നെ കൊള്ളാം, നല്ല ബിരിയാണി. ബിരിയാണിയെ പറ്റി പറയുകയാണെങ്കിൽ ബിരിയാണി സൂപ്പർ ആയിരുന്നു. വലിയ സൂപ്പർ അല്ല, പൈസക്ക് ഒത്ത ബിരിയാണി ആയിരുന്നു. 90 രൂപ ഇല്ലായിരുന്നോ? 90 രൂപയുടെ ഇത്ര അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. 2 പീസ് ഉണ്ടായിരുന്നു.
പിന്നെ സലാഡ് അച്ചാർ. അതൊക്കെ ഇച്ചിരി ഉള്ളു. അതാണ് കുഴപ്പമില്ല. 90 രൂപയല്ലേ? അതെ. പിന്നെന്താ നമുക്ക് പറയാനുള്ളത്? വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ് ഗായ്സ്. അപ്പൊ നമുക്ക് കോഫി ഉച്ചക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഗായ്സ്. അവളൊന്നും മിണ്ടത്തില്ല, കാരണം ഫുൾ ബിരിയാണി അവളാണ് കഴിച്ചത്. പാമ്പ് പടം എടുക്കാൻ നടക്കും അങ്ങനെ സാധനം പറയരുത്, അത് നമ്മ ഓർമ്മയില്ല. അതെ, കമന്റ് ഇടുക പഴഞ്ചൊല്ല്. ആ പഴഞ്ചൊല്ലെന്ന് കമന്റ് ഇടുക. അപ്പൊ നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണും. ബൈ ബൈ.